മനുഷ്യരെ തേടിയെത്തിയ രക്ഷകനും ദൈവവുമായ ഈശോയുടെ സുവിശേഷത്തെക്കുറിച്ചും ആ സുവിശേഷത്തിലെ നിതാന്തമായ മൂല്യങ്ങളെക്കുറിച്ചും ആ സുവിശേഷത്തിൽ വിശ്വസിച്ചാലുണ്ടാകുന്ന വിമോചനത്തെക്കുറിച്ചും ആ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രഘോഷിക്കാതിരിക്കാൻ നമുക്കാവില്ല. സ്നേഹസേവനങ്ങൾ കൊണ്ടും കരുണയും ക്ഷമയും നിറഞ്ഞ ജീവിതങ്ങൾ കൊണ്ടും ആ സുവിശേഷം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ അടയാളപ്പെടുത്താൻ ജീവനുള്ള കാലത്തോളം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജാമ്യത്തിൻ്റെ ക്രെഡിറ്റ്. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് ആശ്വാസജനകമായ വാർത്തയാണ്. പാസ്പോർട്ടും 50,000 രൂപയും കെട്ടിവയ്ക്കണം, 2 പേർ ജാമ്യം നിൽക്കണം എന്നൊക്കെയാണ് വ്യവസ്ഥകൾ. അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഇനിയും ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നർത്ഥം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ജാമ്യം ലഭിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള വാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ പോലുമുള്ള 2 സമർപ്പിതരെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചിട്ട് 9 ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ജാമ്യം ആരുടെയും ഔദാര്യമൊന്നുമല്ല. ഇത്രയും ദിവസങ്ങൾ ആ സന്യാസിനിമാർക്കുണ്ടായ മാനസിക വിഷമം, സമയനഷ്ടം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അവരുടെ സന്യാസ സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനുമുണ്ടായ തീരാവേദനയും ധനനഷ്ടവും, രാജ്യത്തിനുണ്ടായ മാനനഷ്ടം, ഇതിനെല്ലാം കൂടി ഇനി ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അന്തസ്സോടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം അനുശാസിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന 2 സമർപ്പിത സ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ നേതാവിനെ പ്രതിയാക്കി മാനനഷ്ടത്തിനും നിയമം കയ്യിലെടുത്തതിനും കേസെടുത്ത് സിസ്റ്റേഴ്സിനെതിരെ എഴുതി മെനഞ്ഞിരിക്കുന്ന FIR ഇല്ലായ്മ ചെയ്യുന്നതുവരെ നമ്മുടെ പ്രിയപ്പെട്ട സമർപ്പിത സഹോദരിമാർക്ക് നീതി ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. ജയിലിൽ കിടന്ന 9 ദിനങ്ങൾ കൊണ്ട്, 9 ദിനങ്ങളെ നവനാൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു നവനാൾ തീർത്തുകൊണ്ട് ജയിലിൽ കിടന്ന് ആരുടെയൊക്കെയോ കണ്ണീരൊപ്പാൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമായിട്ടുണ്ട് എന്നത് തീർച്ച.